Hello guys, this is a Sunday vlog. Guys, ക്ലൈമറ്റിൻ്റെ ആൾക്കാർ പ്രവഹിച്ചിട്ട് കറക്റ്റ് കാലാവസ്ഥ അതേപോലെ ഉള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്, ബാംഗ്ലൂർ. മഴയാണ് ഗൈസ്, ഇന്നലെ പ്രവഹിച്ചതുപോലെ ഇന്നലെ മഴയാണ് ഗൈസ്. നാട്ടിലാണെങ്കിൽ കളക്ടർ പറയും മറ്റേത് സംഭവിക്കും, ഇവിടെ നല്ല പറഞ്ഞ പോലെയാണ്. ഇന്നൊരു സൺഡേ ആണ്, ബട്ട് എനിക്ക് 3 മണിക്ക് വർക്കിന് പോകണം. സൺഡേ എനിക്ക് ഹാഫ് ഡേ ചെയ്യണം, പിന്നെ എനിക്ക് തേഴ്സ്ഡേ ലീവാണ്. അപ്പം ജെസ്സിക്ക് ഇന്ന് മഴ ലീവാണ് ഗൈസ്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം, മര്യാദ ഞാൻ ഇത് യൂട്യൂബിലിടും. നല്ല മഴയാണ് ഗൈസ്. നമുക്കൊരു പ്രത്യേക തരം അസുഖമാണ് ഗൈസ്, മഴയാകുമ്പോൾ പുറത്ത് ചായ കുടിക്കാൻ പോവാം. ഇതേപോലെ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. മഴ നനഞ്ഞ് കോഴീനെ പോലെ ഗൈസ്, കോഴീനെ നമ്മൾ ചായ കുടിക്കാൻ ഒരു ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ ഓഫർ ഉണ്ടായപ്പം 45 വെറും 45 റുപ്പീസിന് വാങ്ങിച്ചാണ്. നമുക്ക് നല്ലതല്ലേ? ഇതും ഒരു 45 തന്നെയാണ് ഗൈസ്. ഇതും 45 ആണ് ഗൈസ്. ഇതിനൊരു കമ്മലിൻ്റെ സെറ്റ് ഉണ്ട്, അതെടുത്താൽ ഇവിടെ ഫുൾ അലങ്കോലമാണ് ഗൈസ്. റോബോട്ട് ഉണ്ട്, സ്പീക്കർ ഉണ്ട്, ഇൻഹേലർ ഉണ്ട്, ഫോണുണ്ട്, ഇതെന്താണ് ഇത്, ലാപ്ടോപ്പിന് ചാർജർ ഉണ്ട്, ബഡ്സ് ഉണ്ട്, മാസ്ക് ഉണ്ട്. മെസ്സി പേഴ്സൺ അല്ല, മെസ്സി പേഴ്സൺ. ഓക്കെ, ടൈം ആയിക്കൊണ്ടേയിരിക്കുന്നു, ഏകദേശം 2 മണി എന്തോ ആയി തോന്നുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മഴ കൊണ്ടുവന്നു, മുടി ഉണക്കി. ഇവിടെ ഒരു എൻ്റെ റൂമിൽ ഭയങ്കര പ്രത്യേകതയുണ്ട് ഗൈസ്. അത് ഒട്ടുമിക്ക ബാംഗ്ലൂരിലെ റൂമിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞേ നട്ടിച്ച് 2 മണിയാണ് ഗൈസ്. എൻ്റെ റൂമിൽ ഇങ്ങനെ ലൈറ്റിട്ട് ചെറിയ സ്വിച്ച് ഓഫ് ആക്കിയാൽ പിന്നെ വെളിച്ചം ഉണ്ടാവില്ല. അത് അവിടെ ലൈറ്റിട്ടുകൊണ്ട് മാത്രമാണ് ഇത്രയും വെളിച്ചം. അതുകൊണ്ട് കഴിഞ്ഞത് ഇരുട്ടാണ് ഗൈസ്, ബിക്കോസ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പുറത്തെ ബിൽഡിംഗ് ആണ്, നമുക്ക് വെളിച്ചം പറഞ്ഞ സാധനമില്ല. അതുകൊണ്ട് എനിക്ക് രാവിലെ എണീച്ച് പണിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്ര ഉറക്കം ശരിയായിരിക്കും. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഏത് സമയത്ത് വന്നാൽ നമുക്ക് കിടന്നുറങ്ങാം, വെളിച്ചം ഉണ്ടാവില്ല, നല്ല സുഖവും ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് നമ്മുടെ ബോഡി ഭയങ്കര വീക്കാക്കും, മനസ്സിലാവും. അപ്പോൾ വേറെ എന്താ പറയുന്നത്, ബോഡി നല്ല രീതിയിൽ വീക്ക് ചെയ്യും. അത് വേറായിട്ടൊന്നുമില്ല, എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിടുന്നതാണ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതൊന്നും ശരിയല്ലാന്ന് എനിക്ക് പറയാം, രക്ഷപ്പെടില്ല. മെയിനായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് ഫേമസ് ആവാൻ വേണ്ടിയൊന്നുമില്ല. മാസം ഒരു 50,000-60,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വെറുതെ ഇട്ട് എനിക്ക് പൊളിക്കില്ലല്ലോ. സോ പഠിക്കുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നിന്നാൽ മതി. എവിടേക്കോ ട്രിപ്പ് പോവാം, ലീവിൻ്റെ ടെൻഷനില്ല. പക്ഷെ ഇവിടെ അപ്പം നൈസാണ് കേട്ടോ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നല്ല നൈസാണ്, നല്ലൊരു മാമാണത്. അങ്ങനൊരു മുതലാളിനെ ആയിരിക്കണം എല്ലാവർക്കും കിട്ടത്. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ പിന്നെ അത്രയ്ക്കുള്ളൂ, ടൈം ആവാനായി എനിക്ക് വർക്കിന് പോകും. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി ഷെൽട്ടറും കാര്യങ്ങളൊക്കെ തുറന്നു. ഇന്ന് അത്യാവശ്യം ഡെലിവറീസ് ഉണ്ട്. അപ്പം ഡെലിവറീസ് ഉള്ള ദിവസം എനിക്ക് നല്ല ടെൻഷനാണ് ഗൈസ്, എന്തേലും പറ്റിയാൽ നല്ല കേൾക്കേണ്ടി വരും. അങ്ങനെ ഞാൻ നേരെ യൂണിറ്റിലോട്ടേക്കാണ് പോകുന്നത്. രണ്ട് ബ്ലോക്കല്ല, ഇപ്പുറമാണ്. അപ്പം ടൈലേഴ്സും കാര്യങ്ങളൊക്കെ വന്നോ നോക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനുശേഷം ഞാൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചു. ഡെലിവറീസും അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം എനിക്ക് പോകേണ്ട സമയം. അപ്പം ഞാൻ റാപ്പിഡ് ബുക്ക് ചെയ്ത് റൂമിലോട്ടേക്ക് പോവാണ്. ഇന്ന് അത്യാവശ്യം നല്ല ടയേർഡും കൂടിയാണ്, ഒരു വർക്ക് ചെയ്യാൻ വലിയ ഉന്മേഷവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിലും അതെനിക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി, ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ സാദാ ചോറുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി.